ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് മുഖവുമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. കുറച്ച് അങ്ങനെ വേണമല്ലോ. നമ്മൾ എന്നും ക്യാമറയുടെ ബാക്കിൽ നിന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇന്ന് ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ എടുക്കുന്ന വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവരും വിചാരിക്കുക എന്താണെന്നില്ലേ? ഒന്നുമില്ല, എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഞാനൊരു സലൂൺ നടത്തുകയാണ്. അത് കുറച്ച് ആളുകൾക്കെങ്കിലും അറിയണ്ടാവും. അപ്പം അത് സംബന്ധമായിട്ട് കുറച്ച് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാവരും ആയിട്ടൊന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾക്ക് കിട്ടുന്ന നമ്മളുടെ അറിവുകൾ മറ്റുള്ളവർക്കൊരു ഉപകാരമായാലോ. അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് സൗന്ദര്യവർദ്ധക വസ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? 99% ആളുകളും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അല്ല, സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കുറച്ചുകൂടെ നമ്മളൊന്ന് കുറച്ചൊരു അതിനു വേണ്ടി സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടി പല കാര്യങ്ങളും പല ടിപ്സുകളും നമ്മൾ ചെയ്തു നോക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ? അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ സലൂണുകളൊക്കെ തന്നെ എല്ലാവരും പോവാറുണ്ട്. സൗന്ദര്യത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ കൈകളാണെങ്കിലും കാലുകളാണെങ്കിലും ഫേസ് ആണെങ്കിലും എല്ലാം അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും. രണ്ടാൾക്കാരെ മുന്നിൽ ഇറങ്ങുമ്പോൾ കുറച്ചൊരു ഭംഗിയോടുകൂടി നമ്മൾ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലേ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാത്തതല്ലല്ലോ. ഭൂരിഭാഗം 99% ആളുകളും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, സാധാരണ നമ്മൾ നമ്മുടെ സലൂണുകളിലൊക്കെ തന്നെ എല്ലാവരും പോവുകയും ഫേഷ്യലായാലും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. ശരി, അതൊക്കെ നമ്മളെ സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണത് അല്ലേ? അപ്പോൾ ഇത് ചെയ്യാൻ സമയം കിട്ടാത്ത ആളുകളുണ്ടാവും. ചിലപ്പം സലൂണുകളിൽ പോകാൻ മടിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ അത് പോയിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. പലതരത്തിലുള്ള ആളുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ടൈം ഇല്ലാത്ത ആളുകളും അതുപോലെ തന്നെ സലൂണുകളിൽ പോകാൻ മടിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളതിന് പെട്ടെന്ന് എന്ത് കാര്യങ്ങളായാലും അത് നിർത്തി അല്ലെങ്കിൽ അതിനൊരു മടി കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ല പൊതുവെ. അയ്യോ അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചല്ല, അത് വേണമെന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതെന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്നും അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് റിസൾട്ട് അങ്ങനെ തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടിക്കോളും. അതല്ല, ഇത്തരം കാര്യങ്ങളോടല്ലാതെ നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാർക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. കസ്തൂരി മഞ്ഞളിനെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ ഓൺലൈനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതല്ല ആയുർവേദ കടകളിൽ പോയാലും കിട്ടും. അതേ സ്ഥാനത്ത് ഫ്രഷായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പറമ്പിൽ നോക്കിയാലും മതി. അപ്പോൾ പറമ്പിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഫ്രഷായിട്ടുള്ള സാധനം എടുക്കുക. അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ കടകളിലാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. അതിനുശേഷം ഈ പൊടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് അത് നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത്
പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനിപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുരളൊക്കെ ഉണ്ടാവില്ലേ, കുത്തി കുത്തിയൊക്കെ എടുത്തിട്ട് അങ്ങനെയായാലും അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. എത്രയായാലും അത് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ. ആ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള പാൽ, വെള്ളമൊന്നും ചേർക്കരുത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിക്കുക. ഒരുപാട് വെള്ളം ചേരാത്ത വിധത്തിൽ കുറച്ചൊരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഫേസ് എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കട്ടെ. ആ ഫേസിലേക്ക് വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ക്ലീൻ ചെയ്ത ഫേസിലേക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലും കൂടെ കൂട്ടിച്ചേർത്ത് ആ മിശ്രിതം അതെന്ത് ചെയ്യുക, നമ്മുടെ ഫേസിൽ എല്ലാ ഭാഗത്തും അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഈ കണ്ണിൻ്റെ അടിയിൽ, കണ്ണിലേക്ക് ആവണ്ട, കണ്ണിൻ്റെ അടിയിലൊക്കെ നമ്മളെ ഈ കറുത്ത പാടുകളൊക്കെ വന്ന് ഇതൊക്കെ ഉണ്ടാകുമല്ലോ, അതായത് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് റിസൾട്ട് കിട്ടാൻ കേട്ടോ. കാരണം 1-2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇത് മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല, നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സാധനമല്ല. ഇത് നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കണ്ടെത്തേണ്ട സാധനമാണ്. അപ്പം ഇത് ഡെയിലി ചെയ്ത് നോക്കുക. അത് എപ്പോഴായാലും കുഴപ്പമില്ല, അത് കുളിക്കുന്നതിന് മുന്നേ ചെയ്താലും മതി. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ നോക്കുക. കാരണം ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കുക. ഇത് ചെയ്ത് ഒരു മാസം കൊണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുത്ത് നോക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. കാരണം ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ടിപ്സാണ്. അത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു കാര്യോട് പറയട്ടെ. ഇനിയും ഞാൻ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ അറിയിക്കാം കേട്ടോ. ഓക്കെ, ബൈ.